10 വർഷം മുമ്പ് ഒരു ചായക്ക് 5 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ആ സെയിം ചായക്ക് ഇന്ന് 15 രൂപയെന്നൊന്ന് അസ്യൂം ചെയ്യാം. അതായത് 5 രൂപയുടെ ചായ 15 രൂപയായി നോർമലി. അതായത് വിലക്കയറ്റം സംഭവിച്ചു, സാധനത്തിന് വില കൂടി. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ വിലയും കുറഞ്ഞു, പർച്ചേസിംഗ് പവർ കുറഞ്ഞു. അതായത് എന്റെ കയ്യിലുള്ള 5 രൂപയ്ക്ക് എനിക്കൊരു ചായ മേടിക്കായിരുന്നു. ഇന്ന് അതിന് ഈ ചായ പർച്ചേസ് ചെയ്യാനുള്ള പവർ ഇല്ല, വാല്യൂ പോയി. കാരണം 15 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ആ ചായ മേടിക്കാൻ പറ്റുള്ളൂ, 5 രൂപയ്ക്ക് വിലയില്ലാതായി. അതാണ് ഇൻഫ്ലേഷൻ. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ചെലവ് കൂടി, അതിന്റെ ഒപ്പം എന്റെ കയ്യിലിരിക്കുന്ന പൈസയുടെ വാല്യൂവും കുറഞ്ഞു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം അതെങ്ങനെ സംഭവിച്ചു. ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ കാരണം എന്ന് പറയുന്നത്, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗോൾഡ് വേണം, ഗോൾഡ് മേടിക്കണം, റൈറ്റ്? അപ്പോൾ കൂടുതൽ പേര് ഒരു സാധനത്തിന് ഡിമാൻഡ് കാണിക്കുമ്പോൾ അവിടെ സപ്ലൈ കുറയും, അതിനനുസരിച്ച് പ്രൈസ് കൂടും. വേറെ എക്സാമ്പിൾ പെട്ടെന്ന് പറയാനാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ പെട്രോളിന്റെ പ്രൈസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഇവിടെ പെട്രോൾ ഉണ്ടാക്കണേ. ആ ക്രൂഡ് ഓയിലിന്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൂടിയെന്ന് വിചാരിക്കുക, എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പെട്രോളിന്റെ ചെലവും കൂടും, അതായത് ഉണ്ടാക്കാനുള്ള ചെലവ് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ കൂടുതൽ പൈസ കൊടുക്കണം, അല്ലെ? നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറികളെല്ലാം കൊണ്ടുവരുന്നത് ലോറിയിലാണല്ലോ. ഈ ലോറിയിൽ ഡീസൽ അടിക്കണമല്ലോ. അപ്പൊ ഡീസലിന്റെ വില കൂടുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചെലവും കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പച്ചക്കറിയുടെ വില കൂടും. അതുപോലെ നല്ല മഴ കിട്ടിയില്ലെങ്കിൽ അരി ഹാർവെസ്റ്റിംഗ് കുറയും, അരിയുടെ സപ്ലൈ കുറയും, അരിയുടെ വില കൂടും. ഇപ്പോ കൊച്ചിയിലേക്ക് കൂടുതൽ ആൾക്കാർ വരാണ്, എല്ലാവർക്കും വാടകയ്ക്ക് വീടെടുക്കണം, ഡിമാൻഡ് കൂടി. അപ്പോൾ വാടക വീടുകളുടെ പൈസ കൂടും, റേറ്റ് കൂടും, വാടക കൂടും.